ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങൾ മാത്രം സംഭവിക്കുമ്പോൾ ഇനി ഒരിക്കലും ഒരു നല്ല കാലം വരില്ലേ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ആരും മറുപടി നൽകുന്നില്ലെന്നും ഭാഗ്യം നിങ്ങളെ എന്നേക്കുമായി കൈവിട്ടു എന്നും തോന്നിയിട്ടുണ്ടോ? നമ്മളെല്ലാവരും ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോകാറുണ്ട്. ചിലപ്പോൾ താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, മറ്റു ചിലപ്പോൾ നമ്മൾ ജീവനുതുല്യം സ്നേഹിച്ച ആളുകളുമായുള്ള ബന്ധങ്ങളിലെ വിള്ളലുകൾ, ഇനിയും ചിലപ്പോൾ നമ്മളെയോ നമ്മുടെ പ്രിയപ്പെട്ടവരെയോ ബാധിക്കുന്ന കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ. അങ്ങനെ നാനാഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ നമ്മെ വേട്ടയാടുമ്പോൾ നമ്മൾ വല്ലാതെ തളർന്നുപോകും. എത്രയൊക്കെ രാപ്പകലില്ലാതെ പരിശ്രമിച്ചാലും ഒന്നിനും ഒരു ഫലം കിട്ടാത്ത വല്ലാത്തൊരവസ്ഥ. നാം ചെയ്യുന്നതെല്ലാം പരാജയത്തിലേക്ക് മാത്രം കൂപ്പുകുത്തുന്ന സമയങ്ങൾ. അത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്. എന്റെ മാത്രം തലവരെ എന്താണിങ്ങനെ, എനിക്ക് മാത്രം എന്താണ് ഈ ലോകത്തിങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കി ചോദിക്കാറുണ്ട്. മറ്റുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ എന്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് ഇരുട്ട് നിറയുന്നു എന്നോർത്ത് കണ്ണീർ വാർത്ത എത്രയോ രാത്രികൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിന് അതിന്റേതായ ചില അലിഖിതമായ നിയമങ്ങളുണ്ട്. ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിനു മുൻപ് ചില ലക്ഷണങ്ങൾ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങളുടെ കഷ്ടകാലം മാറി നിങ്ങളുടെ സുവർണകാലം തുടങ്ങാൻ പോകുന്നു എന്ന് പ്രകൃതി നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുകളിലും നിങ്ങളുടെ ഉള്ളിലും നടക്കുന്ന ചില മാറ്റങ്ങളിലൂടെയാണ്. ഇരുട്ട് ഏറ്റവും കൂടുതലുള്ളത് പുലരുന്നതിന് തൊട്ടുമുൻപാണ് എന്ന് പണ്ടുള്ളവർ പറയാറില്ലേ? അത് തികച്ചും സത്യമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾക്കും ഏറ്റവും വലിയ സന്തോഷങ്ങൾക്കും മുൻപായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. പകരം ആ മാറ്റങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആ വലിയ നല്ല കാലത്തെ ഇരുകയും നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇന്ന് നമ്മൾ വളരെ വിശദമായി സംസാരിക്കാൻ പോകുന്നത് അത്തരം ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ കഷ്ടകാലം എന്നേക്കുമായി അവസാനിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വസന്തം വിരിയാൻ പോകുന്നു. നല്ല കാലം പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന അപ്രതീക്ഷിതമായ സമാധാനമാണ്. ഇത് പലർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. നിങ്ങളുടെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാകാം. നിങ്ങളെ കടക്കാർ നിരന്തരം വിളിക്കുന്നുണ്ടാകാം. തൊഴിലിടങ്ങളിൽ വലിയ സമ്മർദ്ദങ്ങളുണ്ടാകാം. കുടുംബത്തിൽ യാതൊരു സ്വസ്ഥതയുമില്ലാത്ത അവസ്ഥയാകാം. എന്നാൽ ഇതിനെല്ലാമിടയിലും നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം തോന്നുന്നുണ്ടോ? മുൻപ് ഇതിനേക്കാൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും രാത്രി ഉറങ്ങാതെ ആശങ്കപ്പെട്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ എന്ത് എന്ന രീതിയിൽ വളരെ ശാന്തമായി കാര്യങ്ങളെ കാണാൻ തുടങ്ങുന്നുവെങ്കിൽ അത് നിങ്ങളുടെ നല്ല കാലം വരുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. നിങ്ങളുടെ ഉപബോധമനസ്സ് വരാൻ പോകുന്ന ആ വലിയ നല്ല മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ടാണ് ചുറ്റും തീപിടിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങളുടെ മനസ്സൊരു ശാന്തമായ തടാകം പോലെ ഇരിക്കുന്നത്. പണ്ട് നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. പകരം എന്തു വന്നാലും എനിക്കതിനെ നേരിടാൻ കഴിയും എന്നൊരു വല്ലാത്ത ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തനിയെ രൂപപ്പെടുന്നു. ഇത് പ്രകൃതി നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ശക്തമായ ആദ്യത്തെ സൂചനയാണ്. കാര്യങ്ങളെല്ലാം ശരിയാകാൻ പോകുന്നു. നീ ഇനി വെറുതെ ഭയപ്പെട്ട് സമയം കളയേണ്ടതില്ല എന്ന വലിയ സന്ദേശമാണ് ഈ ശാന്തതയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ ലക്ഷണം ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും അകന്നുപോകുന്നത്. നമ്മൾ മനുഷ്യർ പലപ്പോഴും നമ്മോട് അടുപ്പമുള്ളവർ നമ്മെ വിട്ടുപോകുമ്പോൾ ഒരുപാട് സങ്കടപ്പെടാറുണ്ട്. എന്നാൽ നിങ്ങളുടെ കഷ്ടകാലം മാറി നല്ല കാലം വരുന്നതിനു മുൻപ് സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ചില ബന്ധങ്ങളുടെ തകർച്ച അല്ലെങ്കിൽ വേർപിരിയൽ. നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന, നിങ്ങളെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം വലിച്ചെടുക്കുന്ന ചില ആളുകൾ പെട്ടെന്ന് യാതൊരു കാരണവുമില്ലാതെ നിങ്ങളെ വിട്ടുപോകും. ഒരുപക്ഷെ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന നിങ്ങളുടെ സ്നേഹിതരാകാം, അല്ലെങ്കിൽ എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയ ബന്ധുക്കളാകാം. പെട്ടെന്നുള്ള ഈ വേർപാട് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടാക്കിയേക്കാം. നിങ്ങൾ ദിവസങ്ങളോളം അവരെ ഓർത്ത് കരഞ്ഞേക്കാം. എന്നാൽ ഓർക്കുക, പുതിയതും നല്ലതുമായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരണമെങ്കിൽ പഴയ ചിലർ പോയേ തീരൂ. നിങ്ങളുടെ നല്ല കാലത്തേക്ക് നിങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ആളുകളെ കൊണ്ടുപോകാൻ പ്രകൃതി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രകൃതി തന്നെ ഇടപെട്ട് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയാൽ അതിൽ സങ്കടപ്പെട്ട് സമയം കളയാതെ അത് വരാൻ പോകുന്ന ഏറ്റവും നല്ല കാലത്തിന്റെ ലക്ഷണമായി കാണുക. മൂന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ ചിന്തകളിൽ വരുന്ന വളരെ പ്രകടമായ മാറ്റമാണ്. പണ്ടൊക്കെ എപ്പോഴും പരാതികൾ മാത്രമായിരുന്നു നിങ്ങളുടെ ചുണ്ടിലുണ്ടായിരുന്നത്.
എനിക്കാ സാധനമില്ല, ഈ സൗകര്യമില്ല, എന്റെ ജീവിതം മുഴുവൻ ദുരിതമാണ്, എനിക്കാരും ഒരു സഹായവും ചെയ്യുന്നില്ല എന്നൊക്കെ എപ്പോഴും ചിന്തിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്ന് നിങ്ങളുടെ ചിന്തകളിൽ ഒരു വലിയ മാറ്റം വരുന്നു. പരാതികൾക്ക് പകരം നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നന്ദി പറയാൻ നിങ്ങൾ തുടങ്ങുന്നു. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമായിരിക്കും എന്ന ശുഭചിന്ത നിങ്ങളുടെ ഉള്ളിൽ തനിയെ വരുന്നു. ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം പൂർണ്ണമായും മാറുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ സമാനമായ നല്ല കാര്യങ്ങളെയും അവസരങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാന്തം പോലെ ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മനസ്സിലെ ഈ നല്ല മാറ്റം ബാഹ്യലോകത്ത് വരാൻ പോകുന്ന വമ്പൻ മാറ്റങ്ങളുടെ മുന്നോടിയാണ്. 4-ാമത്തെ ലക്ഷണം, അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ പുതിയ വഴികൾ തെളിഞ്ഞു വരുന്നത്. നിങ്ങളുടെ എല്ലാ വാതിലുകളും അടഞ്ഞു, ഇനി മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ല എന്ന് കരുതി നിസ്സഹായനായിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ചില പുതിയ വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു വ്യക്തിയിൽ നിന്നോ ഒരു മേഖലയിൽ നിന്നോ ആയിരിക്കാം നിങ്ങൾക്ക് പെട്ടെന്നൊരു വലിയ സഹായം വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന്റെ ഫലം ഇപ്പോൾ നിങ്ങൾക്ക് അത്ഭുതകരമായി ലഭിക്കുന്നു. ജോലി അന്വേഷിച്ച് നടന്ന് നിരാശരായവർക്ക് തീരെ പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് പെട്ടെന്ന് ഒരു മികച്ച അവസരം ലഭിക്കുന്നു. വ്യാപാരത്തിൽ നഷ്ടങ്ങൾ മാത്രം അനുഭവിച്ചവർക്ക് പുതിയൊരു വഴി തെളിഞ്ഞുവരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കഷ്ടകാലം അവസാനിച്ചു എന്നാണ്. പ്രകൃതി നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മുന്നിലെ തടസ്സങ്ങൾ ഓരോന്നായി മഞ്ഞുപോലെ ഉരുകി മാറിത്തുടങ്ങിയിരിക്കുന്നു. ഇത്തരം ചെറിയ അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണം. അത് വലിയ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ തീർച്ചയായും നയിക്കും. 5-ാമത്തെ ലക്ഷണം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതാണ് അവസാനത്തെ വലിയ പരീക്ഷണം. ഇതൊരുപക്ഷെ പലർക്കും പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വിജയം അല്ലെങ്കിൽ ഒരു നല്ല മാറ്റം സംഭവിക്കുന്നതിന് തൊട്ടുമുൻപായി നിങ്ങൾക്ക് വളരെ വലിയൊരു പ്രതിസന്ധിയെ നേരിടേണ്ടിവരും. ഇത് നിങ്ങളുടെ സഹനശക്തിയെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് പ്രകൃതി നൽകുന്നത്. ഈ വരുന്ന വലിയ സന്തോഷവും ഭാഗ്യവും താങ്ങാൻ നിങ്ങൾക്ക് മാനസികമായി കഴിയുമോ എന്ന് പ്രകൃതി അന്തിമമായി നോക്കുകയാണ്. ഈ അവസാനത്തെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ച് പിന്മാറുന്നവർക്ക് ആ വലിയ വിജയം എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. എന്നാൽ എത്ര വലിയ പ്രതിസന്ധി എന്റെ മുന്നിൽ വന്നാലും ഞാനിതിനെ അതിജീവിച്ച് മുന്നോട്ട് തന്നെ പോകും എന്ന് ഉറപ്പിച്ചു നിൽക്കുന്നവർക്ക് ആ വലിയ വിജയം സ്വന്തമാക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാം ശരിയാകാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ പെട്ടെന്നൊരു വലിയ തടസ്സം വന്നാൽ അതിനെ കണ്ട് ഭയക്കരുത്. അതിനെ നിങ്ങളുടെ സുവർണകാലത്തിനു മുൻപുള്ള അവസാനത്തെ പരീക്ഷണമായി മാത്രം കാണുക. അവിടെ തളരാതെ പൂർണ്ണ ധൈര്യത്തോടെ മുന്നോട്ടു പോവുക. 6-ാമത്തെ ലക്ഷണം, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളോട് ആശയവിനിമയം നടത്തുന്നത് പലപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടകാലം മാറുന്ന സമയത്ത് നിങ്ങൾക്ക് രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. മുൻപ് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ വളരെ ശാന്തമായ, തെളിച്ചമുള്ള, വല്ലാത്തൊരു സന്തോഷം നൽകുന്ന സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങളൊരു വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുന്നതായും ആകാശത്തുകൂടി സ്വതന്ത്രമായി പറക്കുന്നതായും അല്ലെങ്കിൽ വളരെ മനോഹരമായ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതായുമൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടേക്കാം. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സാമ്പത്തികവും മാനസികവുമായ ഉയർച്ചയുടെയും അതിരില്ലാത്ത സന്തോഷത്തിന്റെയും സൂചനകളാണ്. ഇത്തരം സ്വപ്നങ്ങൾ കണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷവും ഊർജ്ജവും നിങ്ങൾക്ക് അനുഭവപ്പെടും. അന്ന് മുഴുവൻ പ്രവർത്തിക്കാനുള്ള കരുത്ത് ആ സ്വപ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. 7-ാമത്തെ ലക്ഷണം, നിങ്ങൾക്ക് ചുറ്റും സഹായങ്ങൾ ലഭിക്കാൻ തുടങ്ങുന്നത്. മുൻപൊക്കെ നിങ്ങൾ എത്ര ദയനീയമായി ചോദിച്ചാലും നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞാലും ആരും നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല. എല്ലാവരും നിങ്ങളെ അവഗണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ആളുകൾ പോലും നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ടു വരുന്നു. നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ തുറന്നു പറയാതെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചിലർ സാമ്പത്തികമായോ മാനസികമായോ സഹായങ്ങൾ നൽകുന്നു. ഇത് വെറുതെ സംഭവിക്കുന്നതല്ല, പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി അയക്കുന്ന കാവൽക്കാരാണവർ. നിങ്ങളിപ്പോൾ ശരിയായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും നിങ്ങളുടെ നാളുകളായുള്ള കഷ്ടപ്പാടുകൾക്ക് ശാശ്വതമായ പരിഹാരം വരാൻ പോകുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നു. ഈ സഹായങ്ങളെ വലിയ നന്ദിയോടെ സ്വീകരിക്കുകയും ഭാവിയിൽ നിങ്ങൾക്ക് കഴിവുണ്ടാകുമ്പോൾ നിങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്ന മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്യുക. 8-ാമത്തെ ലക്ഷണം, നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ വിശ്വാസം അതിവേഗം വർദ്ധിക്കുന്നത്. മുൻപില്ലാത്ത വിധം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വലിയൊരു മതിപ്പും സ്നേഹവും തോന്നാൻ തുടങ്ങും. മുൻപ് സ്വന്തം കഴിവുകളിൽ വലിയ സംശയമുണ്ടായിരുന്നെങ്കിൽ, എനിക്കിതിനൊന്നും കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയും, ഞാൻ ഇതിനൊക്കെ പ്രാപ്തനാണ് എന്ന വലിയ ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വരും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സാഹസങ്ങൾ ഏറ്റെടുക്കാനും നിങ്ങൾ യാതൊരു ഭയവുമില്ലാതെ തയ്യാറാകും. നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളെല്ലാം അപ്രത്യക്ഷമായി അവിടെ അചഞ്ചലമായ ധൈര്യം വന്ന് നിറയും.
ഈ ആത്മവിശ്വാസമാണ് നിങ്ങളെ വലിയ വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ഈ ലോകം നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും എന്ന സത്യം നിങ്ങൾ ഓർക്കുക. 9ാമത്തെ ലക്ഷണം, പ്രകൃതി നേരിട്ട് നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ. ചില സമയങ്ങളിൽ പ്രകൃതി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല കാലം വരുന്നു എന്നതിന്റെ ചില സൂചനകൾ നൽകും. നിങ്ങൾ എവിടെ നോക്കിയാലും ഒരേ അക്കങ്ങൾ വീണ്ടും വീണ്ടും കാണുക. ഉദാഹരണത്തിന് സമയങ്ങൾ നോക്കുമ്പോൾ ഒരേ അക്കങ്ങൾ കാണുക, യാത്രാവേളകളിൽ ഒരേ നമ്പറുകൾ ശ്രദ്ധയിൽപ്പെടുക. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ പെട്ടെന്ന് പരിചയമില്ലാത്ത ആരെങ്കിലും പറയുന്നത് കേൾക്കുക തുടങ്ങിയവയെല്ലാം പ്രകൃതിയുടെ ഒരു പ്രത്യേക ഭാഷയാണ്. നിങ്ങൾ ജീവിതത്തിൽ ശരിയായ ദിശയിലാണ് ഇപ്പോൾ പോകുന്നതെന്നും വളരെ നല്ല കാര്യങ്ങൾ അതിവേഗം സംഭവിക്കാൻ പോകുന്നുവെന്നുമാണ് ഇവയെല്ലാം സംശയലേശമന്യേ സൂചിപ്പിക്കുന്നത്. ഇത്തരം സൂചനകളെ വെറും യാദൃച്ഛികം എന്ന് കരുതി തള്ളിക്കളയാതെ അവ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 10ാമത്തെ ലക്ഷണം, നിങ്ങളുടെ ആരോഗ്യത്തിലും രൂപത്തിലും വരുന്ന മാറ്റങ്ങൾ. കഷ്ടപ്പാടുകളുടെ സമയത്ത് നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു ക്ഷീണമുണ്ടാകും. എന്നാൽ സുവർണകാലം വരുന്നതിനു മുൻപായി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വല്ലാത്തൊരു ഉന്മേഷം കൈവരും. നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കം വരും. മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കെന്തോ മാറ്റമുണ്ടല്ലോ എന്ന് ചോദിക്കാൻ തുടങ്ങും. അത് നിങ്ങളുടെ ഉള്ളിലെ സമാധാനം പുറത്തേക്ക് പ്രതിഫലിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. നല്ല ഭക്ഷണം കഴിക്കാനും വ്യായാമം ചെയ്യാനും നിങ്ങൾക്ക് താൽപ്പര്യം ജനിക്കും. ശരീരം ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ വരുന്ന നല്ല മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്നുവെങ്കിൽ അത് വലിയൊരു ആഘോഷമായി കാണുക. ജീവിതം എന്നത് എപ്പോഴും ഒരുപോലെ ഒഴുകുന്ന ഒരു നദിയല്ല. അത് കയറ്റങ്ങളും ഇറക്കങ്ങളും കൊടുങ്കാറ്റുകളും നിറഞ്ഞതാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കൊന്നും ഈ ഭൂമിയിൽ ഒരു ശാശ്വതമായ നിലനിൽപ്പില്ല. അവയെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മാറാനുള്ളതാണ്. ഓരോ കഷ്ടപ്പാടും ഓരോ കണ്ണീർത്തുള്ളിയും നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ പരിശീലനം മാത്രമാണ്. ഇരുട്ട് എത്രത്തോളം കട്ടിയാകുന്നുവോ അത്രത്തോളം വെളിച്ചം നിങ്ങളുടെ അടുത്തെത്തി എന്ന് സന്തോഷത്തോടെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഈ ചെറിയ മാറ്റങ്ങളെ തിരിച്ചറിയുക. ഹൃദയത്തിൽ നിറയെ സന്തോഷത്തോടെയും വലിയ പ്രതീക്ഷയോടെയും മുന്നോട്ടു പോവുക. നിങ്ങളുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു. ആ സുവർണകാലത്തെ വരവേൽക്കാൻ നിങ്ങളുടെ മനസ്സും ശരീരവും ഇപ്പോൾ തന്നെ തയ്യാറെടുക്കണം. പഴയ സങ്കടങ്ങളെല്ലാം പൂർണ്ണമായും മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ കാലെടുത്തുവെക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങളുടെ ഇന്നലകളിലെ കണ്ണീരിനെല്ലാം പകരം വയ്ക്കാൻ കഴിയുന്ന വലിയൊരു സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.